നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. താമരശ്ശേരി ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. പ്രതികളുടെ വീടുകളിൽ റെയ്ഡ്, മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തു. മകന് നീതി കിട്ടണമെന്ന് പിതാവ്. നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. പ്രതികളായ കുട്ടികൾ പരീക്ഷ ജുവനൈൽ ഹോമിൽ എഴുതാം. കൊച്ചിയിൽ നായ്ക്കർണപ്പൊടി ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. സമരം ശക്തമാക്കാൻ ആശാ വർക്കർമാർ. നാളെ നിയമസഭയിലേക്ക് മാർച്ച്. വിഷയം സഭയിൽ ഉന്നയിക്കാൻ ഭരണപക്ഷം. സമരക്കാർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപ്പ അഴിപ്പിച്ച് പോലീസ്. ആശാ വർക്കർമാർക്ക് പ്രഖ്യാപനങ്ങളുമായി ആന്ധ്ര സർക്കാർ. ഗ്രാറ്റുവിറ്റിയും ശമ്പളത്തോടുകൂടി 6 മാസം പ്രസവാവധിയും നടപ്പാക്കും. മലക്കം മറിഞ്ഞ് ശശി തരൂർ. സംസ്ഥാനത്തെ വ്യവസായ വളർച്ച സംബന്ധിച്ച കണക്കുകൾ സത്യമല്ലെന്ന് തരൂർ. കൂടുതൽ സംരംഭങ്ങൾ വരണമെന്ന ആവശ്യം. തരൂരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് കെ സുധാകരൻ. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണം. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ജീവൻ നഷ്ടമായി. മരിച്ചത് മൊകേരി സ്വദേശി ശ്രീധരൻ. കൊല്ലം കറവൂരിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളി വെടിയേറ്റ് മരിച്ചു. മരിച്ചത് തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ. പരിക്കേറ്റ ഒരാൾ മടങ്ങിയെത്തി. 2 പേർ ജയിലിൽ. ചന്ദ്രനെ തൊട്ട് ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡർ. മനുഷ്യവാസം സാധ്യമോ എന്നത് പഠിക്കുക ലക്ഷ്യം. ഉപഗ്രഹം അയച്ചത് സ്പേസ് എക്സ്. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേറ്റർ സഹായം തുടരുന്നു. സ്വയം ഭക്ഷണം കഴിച്ചതായി വത്തിക്കാൻ. പാപ്പയ്ക്കായി പ്രാർത്ഥന നടത്തി വിശ്വാസി ലോകം. ഓസ്കർ പുരസ്കാര നിശയിൽ കണ്ണും നട്ട് ലോക സിനിമ രംഗം. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്റർ ഒരുങ്ങി. പുരസ്കാര പ്രഖ്യാപനങ്ങൾ രാവിലെ 5:30 മുതൽ. മികച്ച ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അനുജയ്ക്ക് അവാർഡ് പ്രതീക്ഷ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. 4 വിക്കറ്റുകൾ നഷ്ടമായി. ഇന്ത്യൻ സ്കോറിന് കരുത്തായത് ശ്രേയസ് അക്ഷർ കൂട്ടുകെട്ട്. രഞ്ജി ട്രോഫിയിൽ കിരീടമുയർത്തി വിദർഭ. തല ഉയർത്തി കേരള ടീം മടങ്ങുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ പോലീസ് ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. 4 മൊബൈലുകളും പിടിച്ചെടുത്തു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ നാളെ സ്കൂളിൽ എത്തിക്കാനായിരുന്നു നീക്കം. എന്നാൽ ജുവനൈൽ ഹോമിൽ വെച്ച് തന്നെ പരീക്ഷ നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫെയർവെൽ പാർട്ടി നടന്നപ്പോഴും സംഘർഷമുണ്ടായപ്പോഴും സംഭവസ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. സംഘർഷമുണ്ടായ ട്യൂഷൻ സെന്ററിന് സമീപത്തെ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നിർണായക നീക്കം. പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കൾ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതാണ് പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എന്റെ കുട്ടിയാണ്, എന്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ അവിടെ കേൾക്കാൻ കഴിയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ആയുധങ്ങൾ കണ്ടെത്തുന്നതിനുമായി പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി.
പ്രതികൾ ഒരാളുടെ വീട്ടിൽ നിന്ന് താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. ഇതിനു പുറമെ 4 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. നാളെ തുടങ്ങുന്ന SSLC പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ സ്കൂളിലെത്തിക്കും. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ കർശനമായ സുരക്ഷയോടെയാവും കുട്ടികളെ എത്തിക്കുകയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കുരണപ്പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 6 സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കിയാണ് ഇൻഫോപാർക്ക് പോലീസ് കേസെടുത്തത്. ഫെബ്രുവരി 3-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികളായ പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന 6-അംഗ സംഘം നായ്ക്കുരണപ്പൊടി വിതറിയത്. കേസിൽ ആരോപണ വിധേയരായ 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് കേസ്. സംഭവം അറിഞ്ഞിട്ടും പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാതെ മനഃപൂർവ്വം അവഗണിച്ചെന്നും ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് അധ്യാപകർക്കെതിരായ പരാതി. പ്രധാന അധ്യാപിക ജിഷ, ക്ലാസ് ടീച്ചർ ശ്രീകാന്ത് എന്നിവർക്കെതിരെയാണ് കേസ്. BNS 118(1)(3)(5) വകുപ്പുകളനുസരിച്ച് ബോധപൂർവമുള്ള ഉപദ്രവിക്കൽ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. നായ്ക്കുരണപ്പൊടി ആക്രമണത്തിനിരയായ പെൺകുട്ടി അണുബാധ മൂലം ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളെ വരെ ഇത് ബാധിച്ചു. മൂത്രമൊഴിക്കാൻ പോലും ആകാത്ത വിധം കടുത്ത ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി. അധ്യാപകരുടെ നിലപാടും സ്കൂളിലെ പ്രശ്നങ്ങളും കുട്ടിയെ മാനസികമായി ബാധിച്ചു. കൗൺസിലിംഗ് നടത്തി കുട്ടിയെ സാധാരണ നിലയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ക്ലാസ് മുറിയിലെ ഡെസ്ക് ഉപയോഗിച്ച് ഈ സഹപാഠികൾ മുതുകിൽ ഇടിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വെള്ളിയാഴ്ച സ്കൂളിലും കുട്ടിയുടെ വീട്ടിലും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് കൊച്ചിയിലും പരിശോധന ശക്തമാക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ കൊച്ചിയിൽ 162 പേരാണ് പിടിയിലായത്. സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും സാമൂഹിക വിരുദ്ധരുടെ താവളമായി ശ്രദ്ധിക്കപ്പെട്ട ഇടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ 162 പേരാണ് പിടിയിലായത്. 150 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളിൽ നിന്നും MDMA, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, ബ്രൌൺ ഷുഗർ, കഞ്ചാവ് ചെടി എന്നിവയും പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിലെല്ലാം ലഹരിയുടെ സ്വാധീനമുണ്ടെന്നും പോലീസ് പരിശോധന ശക്തമല്ലാത്തതാണ് ലഹരി വസ്തുക്കളുടെ ലഭ്യം കൂടുന്നതെന്നും വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. പോലീസിന് പുറമെ ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധരോടുമാണ് അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. അഫാനെ ഉടൻ പോലീസ് ജയിലിലേക്ക് മാറ്റും. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പ്രതി അഫാൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ബന്ധുക്കളായ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഉറ്റ ബന്ധുക്കളും തട്ടത്തുമല സ്വദേശികളുമായ അമ്മയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ നീക്കം. പോലീസ് സെല്ലിൽ കഴിയവേ തന്നെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടും അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 5 ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നെങ്കിലും പണം നൽകാതിരുന്നതാണ് പകയ്ക്ക് കാരണം. കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പ്രായക്കുറവ് മനസ്സിലേക്ക് വന്നതിനാൽ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുമാണ് അഫാൻ പറയുന്നത്. ഇതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയുമാണെന്നും ഇക്കാര്യം അഫാനും മാതാവും അബ്ദുൾ റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി. നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ട് ഡോക്ടർമാർ പോലീസിന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ഭരണപക്ഷം. കെ ശാന്തകുമാരി MLA ശ്രദ്ധ ക്ഷണിക്കലായാണ് വിഷയം ഉന്നയിക്കുക. ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയും. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിലും ഇൻസെന്റീവിലും നൽകാനുള്ള കേന്ദ്ര വിഹിതം സമയബന്ധിതമായി നൽകണമെന്നാണ് ആവശ്യം. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇപ്പോൾ ഭരണപക്ഷം തന്നെ ഈ വിഷയം സഭയിൽ ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്?
ആര്യ, കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാർ സെക്രട്ടറി നടക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. നാളെ നിയമസഭയിലേക്ക് അവർ വലിയ മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഭാ സമ്മേളനം ചേരുന്ന വേളയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ സഭാ സമ്മേളനം പുനരാരംഭിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ ആശാവർക്കർമാർക്കൊപ്പമാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമരത്തിന്റെ കൂടുതൽ ചൂടേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയം തണുപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഇടതുമുന്നണിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷി പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട അനുഭാവമായി പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി തവണ ആരോഗ്യമന്ത്രി ഇവരുമായി കൂടിയാലോചനകൾ നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. എങ്കിൽ പോലും തന്നെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സമരവുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണപക്ഷം തന്നെ സഭയിൽ നാളെ പുനരാരംഭിക്കുന്ന സഭാ നടപടിയിൽ ശ്രദ്ധ ക്ഷണിക്കലിന്റെ ഭാഗമായി K. ശാന്തകുമാരി MLA ഈ ഒരു വിഷയം ഉന്നയിക്കാൻ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച മറുപടി ചെയ്യും. ഒപ്പം തന്നെ അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിലും ഇൻസെന്റീവിലും നൽകാനുള്ള കേന്ദ്ര വിഹിതം സമയബന്ധിതമായി നൽകണമെന്നുള്ള ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിൽ ഇവരെ തെരുവിലേക്ക് വലിച്ചിഴച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഇവരുടെ സമര സ്ഥലത്തെത്തി അവർക്ക് പിന്തുണ അറിയിക്കുകയും ഒപ്പം തന്നെ നാളെ JP നദ്ദയുമായി സംബന്ധിച്ച് കൂടിയാലോചന നടത്തുകയും ഇക്കാര്യം ധരിപ്പിക്കുകയും അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലാണ് അവിടെ ഈ വിഷയം കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ കേരളത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കും. ഒപ്പം തന്നെ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുമായും കൂടിയാലോചന നടത്തുമെന്നൊരു വാക്ക് അദ്ദേഹം സുരേഷ് ഗോപി ഇന്ന് ഈ സമരക്കാർക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് സർക്കാർ തന്നെ ഈ ഒരു വിഷയം സഭയിൽ ഉന്നയിച്ച് ഒരു രമ്യമായി ഇത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് നാളെ വലിയ സമരമാണ് അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിൽ വലിയ സംഘർഷഭരിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളൊരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനങ്ങളും രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഭരണപക്ഷം അനുകൂല ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും തന്നെ ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരം നടത്തുന്ന പന്തലിന്റെ മുകളിൽ കെട്ടിയിരുന്ന ടാർപോളിൻ പോലീസ് നീക്കം ചെയ്തു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു പോലീസ് നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടാൻ പാടില്ലെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പെയ്ത മഴ മുഴുവൻ ആശാവർക്കർമാർ കൊണ്ടു. ആശാവർക്കർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ. ആശമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു. വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്തി. ശമ്പളത്തോടെ 180 ദിവസത്തെ പ്രസവ അവധിയും പ്രഖ്യാപിച്ചു. 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ഓരോ ആശാവർക്കർമാർക്കും 1.5 ലക്ഷം രൂപ ലഭിക്കും. സംസ്ഥാനത്തൊട്ടാകെയുള്ള 42,752 ആശാ തൊഴിലാളികൾക്ക് ഈ നടപടികൾ പ്രയോജനപ്പെടും. ആശാവർക്കർമാർക്ക് ആന്ധ്രാപ്രദേശ് 10,000 രൂപ ശമ്പളം നൽകുന്നുണ്ട് എന്നും ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടു. തെറ്റിയെന്ന് പറഞ്ഞ് തിരുത്തി തരൂർ. കേരളത്തിന്റെ വ്യവസായ വളർച്ച സംബന്ധിച്ച മുൻ നിലപാട് മാറ്റി തരൂർ. റിപ്പോർട്ടിലുള്ളതല്ല കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റാർട്ടപ്പ് വളർച്ച എന്ന് ബോധ്യമായെന്നാണ് തരൂരിന്റെ ട്വീറ്റ്. കടലാസുകളിൽ മാത്രമല്ല കേരളത്തിലെ വ്യവസായ വളർച്ച ഉണ്ടാകേണ്ടത്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാകാമെന്നും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പൂട്ടിയെന്ന റിപ്പോർട്ട് പങ്കുവച്ചാണ് തരൂർ നിലപാട് മയപ്പെടുത്തിയത്. കോൺഗ്രസിൽ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി KPCC അധ്യക്ഷൻ. പ്രവർത്തകരുടെ മനോവീര്യവും തകർക്കുന്ന നീക്കം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടായാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. AICCയുടെയും KPCCയുടെയും ഭാഗത്തു നിന്ന് കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. തെറ്റായ വാർത്തകളിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കണമെന്നും K. സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലിൽ ജോലി തേടിപ്പോയ മലയാളി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേലാണ് മരിച്ചത്. 4 പേരടങ്ങുന്ന മലയാളി സംഘമാണ് ഇസ്രായേലിലേക്ക് പോയത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. തോമസും ഭാര്യ സഹോദരൻ എഡിസനും ഉൾപ്പെടെ 4 മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാലിന് വെടിയേറ്റ എഡിസൺ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി. നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് തൊഴിൽ തേടി. ഇങ്ങനെ
പോടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. നമ്മൾ ഇവിടെ നിന്ന് 4 പേരാണ് പോയത്, ഞാനും എൻ്റെ അളിയനും വേറെ 2 പേര്. അവിടെ ജോലി വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എന്ത് ജോലിയാണെന്നൊന്നും പറഞ്ഞില്ല. എന്ത് ജോലി ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ പോയത്. കൊണ്ടുപോയ ആളിനെ അറിയാം. നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്തായി. ശ്രീലങ്കൻ പൗരന്മാർ ഉൾപ്പെടെ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു. മലയാളികളായ 2 പേർ ഇപ്പോൾ ജയിലിലാണ്. തോമസിന്റെ ഭൗതികദേഹവും ജയിലിലുള്ളവരെയും നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 2 ലക്ഷം രൂപ ഏജന്റിന് നൽകിയായിരുന്നു യാത്ര. ജോർദാനിലാണ് ഇവരെ ആദ്യം എത്തിച്ചത്. ഇതിനകത്ത് മനുഷ്യക്കടത്ത് നടത്തുന്ന ചില ഏജൻസികളുണ്ട്. കേരളത്തിലെ പല ആളുകൾക്ക് ഇതുപോലെയുള്ള അവസ്ഥ വരുമ്പോൾ അവരൊക്കെ നിസ്സഹായരെന്നുള്ള നിലയിൽ, ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള പ്രചരണത്തിന്റെ പേരിലാണ് ഇവരൊക്കെ ചെന്ന് വെട്ടിൽ ചാടുന്നത്. വെട്ടിൽ വീണ് കഴിഞ്ഞ് ആണ് ഇവരൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നത്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് തോമസ് മരിച്ചതായി വിവരം ലഭിച്ചത്. മനുഷ്യക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ഫെബ്രുവരി 10-നാണ് ജോർദാൻ അതിർത്തി കടക്കുന്നതിനിടെ സുരക്ഷാസേനയുടെ വെടിയേറ്റ് തോമസ് മരിച്ചത്. തലയ്ക്ക് വെടിയേറ്റ തോമസ് തൽക്ഷണം മരിച്ചെന്നും എംബസി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് 21 വയസ്സുകാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമത്തിന് പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ സംബന്ധിച്ച വാർത്ത ആദ്യം നൽകിയത് ന്യൂസ് 18 ആണ്. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. കാസർഗോഡ് കല്ലൂരാവിയിൽ 21 വയസ്സുകാരിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണ് മുത്തലാഖിൽ കേസ്. ഇതിനു പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാഖിന്റെ മാതാവ് നഫീസ, സഹോദരിമാരായ റുക്കിയ, ഫൗസിയ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഉപ്പാന്റെ വാട്സപ്പിൽ മുത്തലാഖ് ചൊല്ലിയത്. അതിന് മുന്നേ വാട്സപ്പിൽ എന്നോട് പറഞ്ഞിനി ഇനി ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഇനി നീ ഇങ്ങോട്ട് മെസ്സേജാ കോളാ ആക്കിയിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, ഇങ്ങോട്ടേക്ക് മെസ്സേജോ ഒന്നും കോളോ ഒന്നും ആക്കിയിട്ട എന്നെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളൂ. നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോരാട്ടം തുടരും. കഴിഞ്ഞ മാസം 21-നാണ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് യുവതിയുടെ പിതാവിന്റെ വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയത്. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് കോടതിയിൽ യുവതി പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാരുടെ കൊടിയ പീഡനത്തിനാണ് പെൺകുട്ടി ഇരയാകേണ്ടി വന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇവരുടെ വിവാഹം നിയമപ്രകാരം 2022 ആഗസ്റ്റ് 11-നാണ് നടന്നത്. നിലവിൽ വിദേശത്തുള്ള അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഹോസ്ദുർഗ് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. ചാന്ദ്ര പര്യവേക്ഷണ പേടകം ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിൽ ഇറങ്ങി. പേടകത്തിന്റെ 4 കാലുകളും ചന്ദ്രോപരിതലത്തിൽ ഉറപ്പിക്കാനായെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ജനുവരി 15-ന് നാസയുടെ സഹായത്തോടെ സ്പേസ് എക്സ് വിക്ഷേപിച്ച ബ്ലൂ ഗോസ്റ്റ് സ്വകാര്യ ഉപഗ്രഹം ചന്ദ്രസമതലമായ മേർ ക്രുസേത്തിലാണ് ഇറങ്ങിയത്. ചാന്ദ്ര പര്യവേക്ഷണവും ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യത്തിനുള്ള സാധ്യതാ പഠനവും ലക്ഷ്യമിട്ടുള്ളതാണ് ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രന്റെ ഉൾഭാഗത്തെ താപപ്രവാഹത്തെക്കുറിച്ചും പഠനം നടത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേഷൻ സഹായം തുടരുകയാണെങ്കിലും ശ്വാസകോശ അണുബാധ ഭേദമായിട്ടുണ്ട്. എന്നാൽ ശ്വാസതടസ്സവും ചുമയും ഉള്ളതിനാൽ ഇടയ്ക്കിടെ വെന്റിലേഷൻ സഹായം വേണ്ടിവരുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം സ്വയം ഭക്ഷണം കഴിച്ചെന്നും പത്രം വായിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി തുടരുകയാണ്. ജമേലി ആശുപത്രിയിലെ ജീവനക്കാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥന നടത്തി. തുടർച്ചയായി 3-ാമത്തെ ഞായറാഴ്ചയാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ വിശ്വാസികളോടൊപ്പം പോപ്പ് പങ്കെടുക്കാതിരിക്കുന്നത്. ഫെബ്രുവരി 14-നാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് 88-കാരനായ പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ നിർത്തിവെച്ച് ഇസ്രായേൽ. 1-ാം ഘട്ട വെടിനിർത്തൽ ധാരണ നീട്ടാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് തള്ളിയതിന് പിന്നാലെയാണ് തീരുമാനം. ജനുവരി 19-ന് ഗാസയിൽ നിലവിൽ വന്ന 6 ആഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിച്ചു. റമദാൻ, പെസഹ കാലയളവുകളിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന US നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഹമാസ് ഇത് അംഗീകരിച്ചില്ല.
97ാമത് ഓസ്കാർ പുരസ്കാര നിശ ഇന്ന് ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ നടക്കും. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ 5:30 മുതൽ സിനിമാ ലോകം കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ആരംഭിക്കും. ട്രാൻസ്ജെൻഡർ അധോലോക നായികയുടെ കഥ പറയുന്ന എമിലിയ പെരസാണ് പല അവാർഡുകളും പ്രതീക്ഷിക്കുന്ന ചിത്രം. ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ സിനിമയുമുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ സജീവമായിരുന്ന ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ കൊലപാതകം സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരിനെതിരായി ആയുധമാക്കുകയാണ് കോൺഗ്രസ്. റോതകിലെ സാംപ്ല ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്യൂട്ട് കേസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംശയം തോന്നിയ യാത്രക്കാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പോലീസ് എത്തി തുറന്നു പരിശോധിച്ചപ്പോൾ സ്യൂട്ട് കേസിൽ മൃതദേഹം. കൊല്ലപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളാണെന്ന് പാർട്ടി നേതൃത്വം സ്ഥിരീകരിച്ചു. കഴുത്തിൽ ഷാൾ ചുറ്റി മുറുക്കിയ നിലയിലായിരുന്നു. മുറിവേറ്റ പാടുകളുമുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. टीमें लगातार लगी हुई हैं. कल से ही जब से सूचना हमारे पास आई थी उसी टाइम से पूरा प्रशासन अलर्ट है. टीमें लगी हुई हैं. अलग अलग 3-4 टीमें हैं. साइंटिफिक एंगल जो भी उन पर काम कर रहे हैं. जो भी साइंटिफिक चीज़ें हैं, कैमरा, CCTV कैमरा वगैरह, वो जो भी साइंटिफिक एविडेंस कोई भी हो सकते हैं, उन पर काम चल रहा है. और जो भी उनके आधार पर जैसा निष्कर्ष निकलेगा उसी हिसाब से कार्रवाई जारी रहेगी. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചത് ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. കോൺഗ്രസ് റാലികളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായിരുന്നു ഹിമാനി. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുണ്ടായ കൊലപാതകം വൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ രംഗത്ത് വന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മുകേരി വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ 15 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന, കടുവ, പുലി, കാട്ടുപന്നി, കാടിറങ്ങുന്ന വന്യതയിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം ഏറുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഇര കണ്ണൂർ മൊകേരി പഞ്ചായത്തിലെ വള്ളിയായി സ്വദേശി ശ്രീധരൻ. പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങയിൽ രാവിലെ 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കൃഷിയിടത്തിലെത്തിയ ശ്രീധരനെ കാട്ടുപന്നി കുത്തിവീഴ്ത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോൾ കാട്ടുപന്നി വീണ്ടും ശ്രീധരനെ ആക്രമിക്കുന്നതാണ് അയൽവാസികൾ കണ്ടത്. ദേഹമാസകലം ചോര പടർന്ന നിലയിലായിരുന്നു. കാലത്ത് 9 മണിക്ക് അങ്ങനെയാണ് പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വരുന്നതാണ് പന്നീൻ്റെ കുത്തേറ്റ്. അപ്പോൾ ആൾക്കാർ ഞങ്ങൾ വൈരം കേൾക്കുന്നില്ല. എന്നാൽ ശരിക്കും കാര്യം അറിയില്ല. പാഞ്ഞുകൂടി പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടില്ല. പന്നി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. ഇവിടെ ഈ ഭാഗത്ത് പന്നികളുടെ അക്രമം കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാറുണ്ട് എന്ന് കർഷകർ ഇപ്പം പറയുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണത്താൽ കർഷകർ ഏറെ ബുദ്ധിമുട്ടിയിരുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഇതിനു മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശ്രീധരൻ ഉൾപ്പെടെ കഴിഞ്ഞ 60 ദിവസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 15 പേർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത്. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം കറവൂരിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. KFDCയുടെ കശുമാവിൻ തോട്ടത്തിലാണ് ജഡം കണ്ടെത്തിയത്. പ്രായാധിക്യത്തെ തുടർന്നാണ് ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. മുമ്പ് പ്രദേശത്ത് കടുവ നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർക്ക് പരിക്ക്. ശീവേലി നടക്കുന്നതിനിടെ ഒരു ആന മറ്റൊരു ആനയെ കുത്തി പരിക്കേൽപ്പിച്ചു. ഇടഞ്ഞ ആന ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. ആന വരുന്നത് കണ്ട് ഓടുന്നതിനിടെ മറിഞ്ഞു വീണാണ് 3 പേർക്ക് പരിക്കേറ്റത്. രഞ്ജി ട്രോഫി വിദർഭയ്ക്ക്. രഞ്ജി ട്രോഫി റണ്ണേഴ്സ് അപ്പ് എന്ന ചരിത്ര നേട്ടവുമായി കേരളം നാഗ്പൂരിൽ നിന്നും മടങ്ങി. 2ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 375 റൺസ് എടുത്ത വിദർഭ ദർശൻ നാൽഖണ്ഡെ അർദ്ധ സെഞ്ചുറി നേടിയതും മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ കൈകൊടുത്തു. വിദർഭ സ്റ്റേഡിയത്തിൽ തോൽവി വഴങ്ങിയിട്ടില്ല എന്ന റെക്കോർഡ് കേരളം നിലനിർത്തി.
Vidarbha wins the Ranji Trophy after 2-2-1-5 days. This will last for a lifetime and beyond. Memories etched in Ranji history, added to the tapestry of Indian cricket forever. അട്ടിമറികളൊന്നും സംഭവിച്ചില്ല. വിദർഭ തന്നെ ചാമ്പ്യന്മാർ. What a moment it is. Yes, the IDFC First Bank Ranji Trophy season 2024-25. Vidarbha are the champions. പക്ഷേ തലയെടുപ്പോടുകൂടിയാണ് കേരളം നാഗ്പൂരിൽ നിന്നും മടങ്ങുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അമരത്ത് നമ്മുടെ കുഞ്ഞു സംസ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ഈ സംഘം. Wonderful journey it has been. For the very first time in the history of Ranji Trophy, Kerala has got to the final. വിദർഭ സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് ദുഷ്കരമെങ്കിലും കിരീടം നഷ്ടമാകരുത് എന്ന ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ആതിഥേയർക്ക്. കരുൺ നായരുടെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പിന്നീടെത്തിയ ഓരോരുത്തരും കേരളത്തിന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി. ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച കേരളം മികച്ച പോരാട്ടം കാഴ്ചവെച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മാറുന്നത്. നാഗ്പൂരിലെ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് കിരീടവുമായി മടങ്ങിയത് വിദർഭയാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ഉറ്റുനോക്കുന്നത് കേരളത്തിലേക്കാണ്. കാരണം കേരളം എന്ന ഈ ടീം ഇത്രമാത്രം ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുമെന്ന് ആരും കരുതിയതല്ല. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ 250 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡിന് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ് കിവീസ്. ഇന്ത്യയ്ക്കായി വരുൺ ചക്രവർത്തി 3, ഹാർദിക് പാണ്ഡ്യ, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. നേരത്തെ അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യരുടെയും അക്ഷർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെയും മികവിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോർ പടുത്തുയർത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.